ഹലോ ഗായ്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ അതിരാവിലെ പുറപ്പെട്ട് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ബൈക്ക് റൈഡാണ്. നമ്മളൊരു 6 മണിയായപ്പോൾ വീട്ടിലിറങ്ങിയാണ്. ഞങ്ങൾ മാത്രമല്ല, അമ്മയും കുഞ്ഞിയും ഉണ്ട് കൂടെ. ആ ഒരു സ്കൂട്ടറിലായിരുന്നു, ഞങ്ങൾ ബൈക്കിലും. നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് മാമലക്കണ്ടമാണ്. മാമലക്കണ്ടം വരുന്നത് നമ്മുടെ കോതമംഗലത്തിനടുത്തുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്. ഇവിടുത്തെ പ്രത്യേകത എൻ്റെ അറിവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു വാട്ടർഫോൾസും കാണാം. അത് ആക്ച്വലി നല്ലൊരു രസമാണ് കാണാൻ. പിന്നെ ഇവിടെ കൂടുതലും ഞാൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുലിമുരുകനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നല്ലൊരു കാംനെസ്സും പീസ്ഫുൾനെസ്സും കിട്ടുന്ന ഒരു പ്ലേസാണിത്. കാരണം കുറേ പച്ചപ്പും കാര്യങ്ങളും, എനിക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ പച്ചപ്പും കാര്യങ്ങളും മലകളും ഒക്കെയാണ്. എനിക്കതാണ് ഇഷ്ടം. നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു റൈഡാണെങ്കിൽ മാമലക്കണ്ടം ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇവിടുത്തെ ഞങ്ങൾ ചെന്നപ്പോഴും നല്ലൊരു കൂൾ വെതറായിരുന്നു. കാരണം വെയിലുണ്ടെങ്കിലും ചൂടറിയുന്നില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഈ പ്ലേസ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നിർത്തി കേട്ടോ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പോഴാണ് നിൽക്കുന്നത്. നമ്മുടെ ചേട്ടൻ ഇവിടെ പോസൊക്കെ ചെയ്ത് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ വഴി കയറി കഴിഞ്ഞപ്പോൾ ഈ വഴി നിറച്ചും കൊക്കുകളായിരുന്നേ. ആക്ച്വലി നമ്മുടെ വെറ്റ്ലാൻഡ്സിലൊക്കെയാണ് കൂടുതലും കൊക്കുകൾ കണ്ടിട്ടേക്കണം. ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ്, ചിലപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. കാരണം നമ്മളുടെ മുമ്പിൽ കുറച്ച് റൈഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ പാസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ അവരെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തു. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വഴി കുറച്ച് മോശമാണ്. കാരണം എന്തോ പണി നടക്കുവാണ് അവിടെ ആക്ച്വലി. അമ്മ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അവസാനം ആ വഴി കയറ്റി. കാരണം നമുക്ക് പരിചയമില്ലല്ലോ ഓഫ് റോഡ് കയറിയിട്ട്. അങ്ങനെ പോയി അവസാനം ഞങ്ങൾ മലയുടെ ടോപ്പിലെത്തിയ പോലെ ഫീൽ ചെയ്തു. കാരണം ഒരു സൈഡിൽ കാടും ഒരു സൈഡിൽ കൊക്ക പോലത്തെ സ്ഥലവുമായിരുന്നു. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഒരാളിരുന്ന് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. പുള്ളിയും വ്ളോഗിങ് ആയിരിക്കും. ഞങ്ങളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റോട്ടിലാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ആനപ്പിണ്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ചേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കത് ഫ്രഷ് ആനപ്പിണ്ടമായിട്ടാണ് തോന്നിയത്. ഞാനവിടെ ഫുള്ള് വാച്ചിങ് ആയിരുന്നു. ആന എവിടെയെങ്കിലും വിളിച്ച് നിൽപ്പുണ്ടോ, എങ്ങോട്ട് ഓടും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ ഫുള്ള്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെയാണ് ആ വഴി പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലോക്കൽസിനെ കണ്ട കാരണം എനിക്ക് സമാധാനമായി. കാരണം നമുക്ക് ആന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലല്ലോ. അവസാനം ഞങ്ങളുടെ ഗൂഗിൾ ചേച്ചി ഇവിടെ കൊണ്ടുവന്നാണ് എത്തിച്ചത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമലക്കണ്ടം തീർന്നു പറഞ്ഞ് കാണിച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഓരോരോ വഴികളായിട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്.
കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയാണ് ട്രാക്കിംഗ് പോയിന്റ് എന്ന് തോന്നുന്നു. കാരണം മോളിൽ നിന്ന് ഒരു ജീപ്പ് വന്ന് ഞങ്ങളൊന്ന് ബ്ലോക്കായിരുന്നു. അപ്പോൾ ചേട്ടന് നേരത്തെ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങോട്ട് കയറിപ്പോയി. ഞാൻ നടന്ന് കയറേണ്ടി വന്നു. അപ്പം അമ്മയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു വണ്ടി ഓടിച്ച് കയറ്റും. കാരണം കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നല്ലൊരു കയറ്റം കണ്ടപ്പോൾ അമ്മക്ക് പേടിയായി. ഞങ്ങൾ നിർത്തിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടി മുകളിലോട്ട് കയറി. അപ്പോൾ ഓഫ് റൈഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. കാരണം സ്ലിപ്പറി ആണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചേട്ടൻ കയറി, പിന്നെ ഈ മല മൊത്തം ഞാൻ നടന്ന് കയറി. നമ്മളങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വഴി തീർന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു GP കൂടി മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റണേ. അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മറ്റേ റോങ് ടേണിലെ സിനിമയിലെ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. അതുകൊണ്ട് ഞാൻ തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ റിട്ടേൺ എടുക്കുവാണ്. ഇതാണ് നമുക്ക് കയറിപ്പോയ വഴി. ഈ വഴി ഇറങ്ങിയപ്പോൾ അതിന് നല്ല രസമായിരുന്നു. കാരണം കുതിരപ്പുറത്തിരിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പം നോക്കുമ്പോൾ അമ്മയുണ്ട്. അമ്മ ഓടി വരുന്നു. കാരണം അമ്മക്ക് വണ്ടിക്ക് വരാൻ ജസ്റ്റ് ഒരു ടെൻഷൻ, എങ്ങാലും കയ്യിൽ നിന്ന് പോയാലോ ബ്രേക്ക് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഓടി വരുന്നുണ്ട് പാവം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്കൊരു സൗണ്ട് കേട്ടായിരുന്നേ. സൗണ്ട് കേൾക്കാൻ വേണ്ടി ഇപ്പം നിർത്തിയപ്പോഴാണ് ഈ ഒരു പട്ടിക്കുട്ടിനെ കണ്ടു. ഒരു ഹായൊക്കെ പറഞ്ഞു ഞങ്ങളങ്ങോട്ട് പോയി. ഈ ഒരു സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞു പൊക്കോ, അടുത്തെല്ലാം അറിയാലോ എന്താ സംഭവം. അയ്യോ, മയിൽ ഇങ്ങനെയൊന്നുമല്ല പറയണേ. വാ വാ, വാടി വാടി. പേടിയാണോ നിനക്ക്? അതെ, എനിക്ക് ആ ഫസ്റ്റ് പ്ലേസ് കണ്ടപ്പോൾ ആ ഒരു സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറച്ചും കൂടി നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞിക്കൊക്കെ പേടിയായി തുടങ്ങിയിട്ട്. കാരണം അപ്പർ സൈഡിൽ നിന്ന് ഫുള്ള് കാടാണ്. അവിടെ നിന്നാണ് ഈ സൗണ്ട് നമുക്ക് വരുന്നത്. നമ്മളുടെ തൊട്ടിപ്പുറത്ത് തന്നെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തിരിച്ചു പോകേണ്ടത് കൊണ്ട് നമ്മൾ മാമലക്കണ്ടം സ്കൂളൊന്നും കാണുന്നില്ല. നമ്മൾ റിട്ടേൺ പോകുന്നു എറണാകുളത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഈ ഒരു ഹോട്ടലാണ് കയറിയത്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവിടുത്തെ കഴിച്ച ഫുഡ് നല്ല ഷോക്കായിരുന്നു. കാരണം ഉപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്ലാനാണ് ചെയ്യുന്നത്. നമ്മുടെ നിയറസ്റ്റാണ് നമ്മുടെ ഇരിങ്ങോൾക്കാവുള്ള പെരുമ്പാവൂരിനടുത്ത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നാലും ഈ വഴി വന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഇരിങ്ങോൾക്കാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഗശ്ശേരി മനയുടെ ഉടമസ്ഥതയിലുള്ള തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് ദുർഗയാണ്. രാവിലെ സരസ്വതി ആയിട്ടും ഉച്ചക്ക് വനദുർഗയായിട്ടും രാത്രി കാളിയായിട്ടുമാണ്
ഇവിടുത്തെ ദുർഗയുടെ പ്രതിഷ്ഠ വരുന്നത്. ഈ അമ്പലത്തിന് നമ്മുടെ ശ്രീകൃഷ്ണനുമായിട്ടെന്തോ കണക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ ഇരിങ്ങോൽക്കാവ് എന്നുള്ളൊരു പേര് കിട്ടിയത് ഇവിടെ തന്നെ. നമ്മൾ ഫുഡ് കഴിച്ച് ചെന്ന കാരണം നമുക്ക് അമ്പലത്തിലോട്ട് കയറിയില്ല. ഞങ്ങൾ സൈഡിലേക്കുള്ളൊരു വഴിയുണ്ട്, അതുകൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് എത്താം. ഫ്രണ്ട് സൈഡിലാണെങ്കിൽ നമുക്ക് നടക്കാനുള്ള രീതിക്ക് ഒരു നീളമുള്ള വഴിയുണ്ട്. അതും നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ വെച്ച് നമ്മൾ ഒരു സ്പൈഡർ മോനെ കണ്ടേ, അതേ ഒരു ലുക്കിലുള്ളൊരു ഐറ്റം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.